സെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ്, ജോലിയായിട്ടാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും കാണുന്നത്. എന്നാൽ ധാരാളം ആൾക്കാർ അതിനെ ആസ്വദിക്കാറുമുണ്ട്. ഇവിടെ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സാധനം ക്രയവിക്രയം ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യമേ അവർ തമ്മിൽ നല്ല ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതല്ലാതെ വേറെ ഏത് രീതിയിൽ അത് സെയിൽ ചെയ്യാനായിട്ട്, വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യാനായിട്ട് അവർ പരിശ്രമിച്ചാൽ അതിൻ്റെ ഉത്തരം പരാജയമായിരിക്കും. കാരണം പരിശ്രമം എന്ന് പറയുമ്പോൾ തന്നെ നാം അറിയാതെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് പരാജയപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതയും അവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെയിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ അവരുടെ ബൈയിങ് സ്ട്രാറ്റജി എന്താണ് എന്നറിഞ്ഞ് ആ ബൈയിങ് സ്ട്രാറ്റജിയിലൂടെ തന്നെ നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഒരാളുടെ ബൈയിങ് സ്ട്രാറ്റജി, എന്താണ് വേറൊരാളുടെ നിങ്ങളുടെ സെല്ലിംഗ് സ്ട്രാറ്റജി, ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അതൊരു വലിയ കലയാണ്.